You're listening to Star Jam on Club FM 94.3. മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രണയനായകനാണ്, ഒരു ഫാമിലി ഹീറോ ആണ്. പക്ഷെ ഇന്നെത്തിയിരിക്കുന്നത് ഒരു ആക്ഷൻ ഹീറോയായിട്ടാണ്. ആൻഡ് ഹീസ് നൺ അതർ ദാൻ ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ ഞാൻ നിവിൻ പോളി. ആരും വിചാരിച്ച ഒരു ചിത്രമായിരുന്നില്ല ആക്ഷൻ ഹീറോ ബിജു. കാരണം പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വേറെ പല പ്രതീക്ഷകളുമായിരുന്നു. അപ്പോൾ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വാവ് നമ്മളങ്ങനെ പറഞ്ഞു. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വൈ ആക്ഷൻ ഹീറോ ബിജു? നമ്മൾ ഇതുവരെ കണ്ട് പോന്നിരിക്കുന്ന പോലീസ് സിനിമകളിൽ പെടുന്ന ഒരു പടമാവരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ഒരു റിയലിസ്റ്റിക് ലൈഫ് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഒരു നിയമത്തിന്റെ വലയിൽ എന്നാണ് അതന്നെ നിയമത്തിന്റെ ഒരു ഇതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലാണ് ഇതിന്റെ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഇവരുടെ പരിധികളുണ്ട്, ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതിന് പരിധികളുണ്ട്. ഈ പരിധിയിൽ നിന്നുകൊണ്ട് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറിയാണ് ആക്ഷൻ ഹീറോ ബിജു. ഇതുവരെ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു പോലീസ് കഥയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതിനകത്തൊരു പ്രൊഡക്ഷനിലും ഇറങ്ങാൻ തീരുമാനിച്ചത്. ആക്ഷൻ ഹീറോ ബിജു ഈ പറഞ്ഞ പോലെ തന്നെ അതിശയോക്തി ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ പല പോലീസ് സിനിമകളും നമ്മൾ കണ്ട പോലീസ് ചാടി വരുന്നു, പുറത്ത് മോളിൽ നിന്ന് പറന്നു വരുന്നു, ഇടിച്ചിടുന്നതെല്ലാം ഉണ്ട്. അതുപോലെ ഒരിക്കലും സംഭവിക്കില്ലാത്ത കുറെ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെ പല സിറ്റുവേഷൻസ് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പല കഥകളും. ഒരു ആക്ഷൻ ഹീറോ ബിജുവിനെ, ഈ പറയുന്ന ബിജു പൗലോസിനെ എവിടെയെങ്കിലും നിവിൻ പോളി കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായി പല പോലീസ് ഓഫീസേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പല സ്റ്റേഷനിലും പോയി കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട്. പല കഥകളും ഞാൻ ഇവരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പല കഥകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഭയങ്കര എന്താണ് പറയാ, ഒരു ഡിഫറെന്റ് സിറ്റുവേഷനാണ്. അതായത് ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് ഒരു സബ് ഇൻസ്പെക്ടറാണ്, ഒരു പ്രോട്ടോകോൾ വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം CA അതിന്റെ മുകളിലുള്ള ആളാണ്. അവരുടെ ജോലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ അടുത്താണ് എല്ലാവരും പരാതികളും കേസും എല്ലാം ഒന്ന് സോൾവ് ചെയ്യേണ്ടത് സബ് ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹത്തിന് ഇത് മാത്രമല്ല ജോലി, ഇത് ജോലിനിടയിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പാസിംഗ് ഉണ്ടാവും. അപ്പോൾ പുള്ളിക്ക് അവിടെ പോകണം. അവിടെ പോകുമ്പോൾ മറ്റവിടുത്തെ ഒരാൾ മറ്റേ ആരെയോ തല്ലി ജംഗ്ഷനിൽ അടി കിടക്കണം. അപ്പോൾ നേരെ ജംഗ്ഷനിൽ പോകണം. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വിളിക്കും, സാറേ ഇവിടെ മറ്റേ ഇന്നലെ വന്ന കേസിന്റെ ബാക്കി ആൾ വന്നിട്ടുണ്ട് സാർ, ഇമീഡിയറ്റ് വരണം. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ നെറ്റോട്ടത്തിനിടയിൽ വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കും, ചേട്ടാ നമുക്കിന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകേണ്ടെന്ന് ചോദിക്കും. അച്ഛനെ വീട്ടിൽ മറ്റേ അവിടെ പോകണമെന്ന് പറയും, അമ്മേനെ ഇവിടെ കൊണ്ടാകും. ഇങ്ങനെ നടക്കുന്ന ഒരു ലൈഫാണ് ഇവരുടെ. അല്ലാതെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു സൂപ്പർ ഹീറോയിസം ഇവർക്കില്ല. ഇവർ ഹ്യൂമൻ ബീങ്സ് ആണ്, നോർമൽ പച്ചയായ മനുഷ്യരാണ്. അപ്പോൾ ആ പച്ചയായ ജീവിതമാണ് ഈ സിനിമ. ഒരു റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് പെട്ടെന്നാണ് ആക്ഷൻ ഹീറോയിലേക്ക് നിവിൻ എത്തുന്നത്. ആ പ്രേമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അതിൽ കുറച്ച് തെമ്മാടത്തരമുണ്ട്. പക്ഷെ എന്നാലും മാനറിസംസ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. തട്ടത്തമ്മാടത്തെ കറക്റ്റ് റൊമാൻറ്റിക് ഹീറോ, ഒരു വടക്കൻ സെൽഫി, ഒരു പണിയില്ലാണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയില്ലാണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ബോഡിക്ക് കൊടുത്തു, മനസ്സിന് കൊടുത്തു? മനസ്സ് നമ്മൾ എന്താണ് പറയുക, നമ്മളൊരു ഒബ്സർവേഷൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരായിട്ട് സംസാരിക്കുകയും അവരുടെ റിയൽ ഇൻസിഡൻസ് നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോ കേസും ഇവർ സോൾവ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. അതായത് ഒരു മാല പൊട്ടിച്ച രണ്ടുപേരോട് ഒരു പോലീസുകാരെ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചി വരുമ്പോൾ. അപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഓരോരുത്തർ ഡീൽ ചെയ്യുന്നത്. സിനിമയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റഫ് ആൻഡ് ടഫ് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇത് ഓരോരുത്തർ വരുന്നതനുസരിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഇവരെ സമാധാനിപ്പിച്ച്, ചിലവരോട് വളരെ ഡോമിനേറ്റ് സംസാരിച്ച്, ചിലവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച്, ചിലവരോട് വളരെ അവരെ ആശ്വസിപ്പിച്ച്, ഇങ്ങനെ പല രീതിയിൽ സംസാരിക്കേണ്ട ഒരു രീതിയാണ് ഇവരുടെ. അപ്പോൾ അതൊക്കെ ഞാനൊരു നോക്കി കണ്ടൊക്കെ പഠിച്ചിരുന്നു. ഫിസിക്കലി കുറച്ചും കൂടി ഒന്ന് ബൾക്കി ആവണം. കാരണം പെട്ടെന്ന് യൂണിഫോം ഇട്ട് വരുമ്പോൾ ഒരു ഫിഗർ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബൾക്കിയായി. പക്ഷെ ഇപ്പം ഇത്തിരി ഓവർ ബൾക്കി. അല്ല, പെട്ടെന്ന് നിവിൻ മെലിയുന്നൊരു ശരീരപ്രകൃതിയാണോ? അതാണ്. ഞാൻ 2 വീക്സ് മതി, ഇനി കുറയ്ക്കണം, പഴയ പോലെ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കും. ഒരു ആംഗ്രി യങ് മാനായിട്ട് മലർവാടി ആർട്സ് ക്ലബ്ബിൽ വന്നതാണ്. വീണ്ടും ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഒരു ആംഗ്രി യങ് മാൻ ആയി മാറി. റിയൽ ലൈഫിലും ഒരു ആംഗ്രി യങ് മാൻ ആണോ? അങ്ങനെ ഭയങ്കര ആംഗ്രി യങ് മാൻ എന്നല്ല, പക്ഷെ ചോദിക്കണായിരിക്കും. ചോദിച്ചോളൂ. അത്യാവശ്യത്തിന് ആംഗ്രി യങ് മാൻ ആണ്. തൽക്കാലം ഒന്നും ആംഗ്രി വരുത്തുന്നില്ല. സിംഗ് സൗണ്ട് ആണ് ശരിക്കും ഉപയോഗിച്ചത് ഈ ഒരു സിനിമയിൽ മുഴുവൻ. എന്തുകൊണ്ടാണ് സിംഗ് സൗണ്ട് യൂസ് ചെയ്തത്? ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പലരും പുതിയ ആൾക്കാരാണ്. ഇവർ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിന്റെ ഓഡീഷനിൽ ഇവർ പെർഫോം ചെയ്തത്. അപ്പൊ ഞാനും ഷൈൻജനും സംസാരിച്ച് പറഞ്ഞു, ഇത് നമുക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പാടാണ് ഇവർ സംസാരിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മളിത് സ്പോട്ട് ഓൺ ഡയലോഗ്സ് ആണ്. ഇവരോട് ഷൈൻജൻ പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും. അതായത് നിങ്ങളുടെ ഒരു മാല അല്ലെങ്കിൽ നിങ്ങളുടെ അതിർത്തിയിൽ വേറൊരാൾ വന്നിട്ട് ഇത് കെട്ടിയിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സബ് ഇൻസ്പെക്ടറോട് സംസാരിക്കുകയാണ്, എങ്ങനെയായിരിക്കും നിങ്ങൾ സംസാരിക്കുക, ഇതാണ് സിറ്റുവേഷൻസ്, ഇന്ന മാറ്റേഴ്സ് ഈ കോൺവെർസേഷനിൽ വരണം. അപ്പോൾ ഇവർക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളത് വൺ ഡയലോഗ്സ് ഒന്നുമില്ല, എനിക്ക് മറുപടി പറയാൻ ഡയലോഗ്സ് ഒന്നുമില്ല. ഇവർ പറഞ്ഞ കൗണ്ടർ ഞാൻ പറയും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് പോയത്. ഇത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മളൊരു സിംഗ് സൗണ്ട് ആണെങ്കിൽ പ്രോപ്പർ സൗണ്ടിങ് കിട്ടും. നമ്മളൊരു റിയലിസ്റ്റിക് ലൈഫ് നമ്മൾ പിടിച്ചതുകൊണ്ട് സൗണ്ടും റിയൽ ആണെങ്കിൽ അതിനൊരു ഫ്ലേവർ കിട്ടും. കോസ്റ്റിന് വ്യത്യാസം വരത്തില്ല. കോസ്റ്റിന് ഭയങ്കര വ്യത്യാസം വരും. അതാണ് ചോദിച്ചത്. ഭയങ്കര വ്യത്യാസം വരും. പക്ഷെ അതൊക്കെ എല്ലാം ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ
എന്റെ കുട്ടിയാണ്, ഞാൻ അവനെ നന്നായി നോക്കത്തുള്ളൂ. നോ റിഗ്രറ്റ്സ്. AK-47 സമയമാണ്. AK-47 ഒന്നും കാണുന്നില്ലല്ലോ. വന്ന് തുടങ്ങല്ലേ, ടപ്പ ടപ്പയെന്നാണ്. പെട്ടെന്ന് ഉത്തരങ്ങൾ പറയണം, ആലോചനയ്ക്കുള്ള സമയമൊന്നും പറ്റൂല. ബുള്ളറ്റ് ഏറ്റെടുക്കരുത്. പിക്ക് വൺ. ആക്ഷൻ ഹീറോ, റൊമാൻറ്റിക് ഹീറോ, ഹാൻസം ഹീറോ. ഓ, ഇത് മൂന്നും അങ്ങോട്ട് പിക്ക് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. റിയലിസ്റ്റിക് ഹീറോ ആയാലോ? ഇതൊന്നുമല്ല. ശരി. മലർ മേരി സെലിൻ. മലർവാടി ആർട്സ് ക്ലബ് തട്ടത്തിൻ മറയത്ത് 1983. ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരു റെക്കഗ്നിഷൻ തന്ന ഒരു സിനിമയാണ്. പല ഏജസ് പ്ലേ ചെയ്ത സിനിമയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. വിനീത് ശ്രീനിവാസൻ, എബ്രിഡ് ഷൈൻ, അൽഫോൻസ് പുത്രൻ. ഓരോരുത്തരും ഓരോ രീതിയിൽ സ്പെഷ്യലാണ്. ഞാൻ ഇതിൻ്റെ താങ്ക്സ് കാർഡ് ഇട്ടിരുന്നപ്പം വിനീതിൻ്റെയും അൽഫോൺസിൻ്റെയും പേരിട്ടു. വിനീതാണ് എന്നെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ രീതിയിൽ വിനീത് സ്പെഷ്യലാണ്. പക്ഷേ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അൽഫോൺസ് പുത്രനാണ്. എന്നെ ഒരു ചേട്ടനെ പോലെ ഗൈഡ് ചെയ്യുന്നത് എബ്രിഡ് ഷൈനാണ്. അപ്പം മൂന്നിലും കുത്തി ഉറപ്പിച്ചു. ബുള്ളറ്റ് ഏറ്റെടുത്തല്ലോ, താൻ ബുള്ളറ്റ് എടുത്തു. ഇൻസ്പെക്ടർ ബൽറാം, ഭരത് ചന്ദ്രൻ IPS, SI ബിജു പൗലോസ്. ഇൻസ്പെക്ടർ ബൽറാമും ഭരത് ചന്ദ്രൻ IPSും നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സിനിമകളാണ്. അപ്പോൾ വിത്ത് ഫുൾ റെസ്പെക്ട്, എനിക്ക് ആ രണ്ട് സിനിമകളും വളരെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു ബിജു പൗലോസ് എന്നാണോ? ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ബിജു പൗലോസ് ഒരിക്കലും അവർ രണ്ടുപേരും അല്ല. ശരി. ഡാൻസ്, ഫൈറ്റ്, ഡബിങ്. ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിലർക്ക് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഫൈറ്റ് ചെയ്യേണ്ട 2 ദിവസം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സാധനമാണ്. ഇത് ചെയ്യാനും മറയാനും ഇട്ടിക്കാനും ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആരോടെങ്കിലേക്കുള്ള ദേഷ്യം ഞാൻ ഇവിടെ തീർത്തോളാം, അത് എൻ്റെ കൂടെ കാണും. ശരി, ഞാൻ 5 വർഷങ്ങൾ പറയും, 6 വർഷങ്ങൾ. അതിൽ ഓരോ വർഷവും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെമ്മറി പറയണം. 2010 മലർവാടി, 2011 റെസ്റ്റ്, 2012 തട്ടം, 2013 നേരം, 2014 1983 ബാംഗ്ലൂർ ഡേയ്സ്, ശോശാന, 2015 പ്രേമം മാത്രം മതി, 2016 ആക്ഷൻ ഹീറോ ബിജു. 2019 2020 വരെ ഞാൻ ബിസി ഷെഡ്യൂൾ കൊടുത്തിട്ടില്ല ആർക്കും. ഇല്ലില്ല, ഞാൻ അങ്ങനെ ഒരു എന്താണ് പറയുക, അങ്ങനെ പോകുന്ന ഒരാളല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടണം, എനിക്ക് എൻ്റെ ടീമെല്ലാം സെറ്റായി വന്നൊക്കെ പയ്യെ സിനിമ ചെയ്താൽ പയ്യെ മതി. ക്ലബ് ഫെബിലെ സ്റ്റാർ ജാമിൽ നിവിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരെണ്ണം പ്ലേ ചെയ്യാൻ പോവാണ്. ഏതായിരിക്കണം നിവിൻ ആ പാട്ട്? പൂക്കൾ. അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് ജെറി സാറ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്ത സിനിമയാണ്. എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ ദാസേട്ടൻ്റെ ഒരു വോയിസ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു ഹൈറ്റ്സിലുള്ള ആളാണ്. അപ്പോൾ കറക്റ്റ് ജെറി സാറ് ദാസേട്ടനെ വിളിക്കുക, പാട്ട് പാടി, വാണിയമ്മയുടെ സൗണ്ട്, അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആസ് ഇതിൻ്റെ റൈറ്റ്സ് കൊടുത്തതിന് സമയത്ത് ഞാൻ ആപ്പാടെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഈ പാട്ടിൻ്റെ റൈറ്റ്സ് മാത്രം എനിക്ക് വേണം. ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കിനി ഈ ഒരു കോമ്പിനേഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും സച്ചിൻ വാര്യരുടെ സൗണ്ട് അല്ലെങ്കിൽ വിനീതിന്റെ സൗണ്ടാണ് ഇവന്റെ കൂടെ പോവാറ്. അതെ, ഇത് അങ്ങനെ കിട്ടുന്നൊരു കോമ്പിനേഷൻ അല്ല. ജെറി അമൽ ദേവ്, യേശുദാസ് ആൻഡ് വാണി ജയറാം. അപ്പോൾ അത് മാത്രം ഞാൻ കയ്യിൽ വെച്ചു, അതെനിക്ക് വേണം. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് തന്നെ ഇപ്പോൾ പോട്ടെ. ഡൺ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം, ഇവിടെ മാത്രം. ടൺ കണക്കിന് ഫൺ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നു